ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു വാഴപ്പിണ്ടി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഹെൽത്തി സൂപ്പാണ്. അതിന് വേണ്ടി വാഴപ്പിണ്ടി എടുത്തിട്ട് അതിൻ്റെ പോള ആദ്യം നീക്കം ചെയ്തിട്ട് ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു നാര് വരും. ആ നാര് നമ്മുടെ വിരലിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് ആ നാര് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറുക്കിലൊന്നും ചുറ്റിച്ചെടുക്കേണ്ട കാര്യം, നാര് കാണത്തില്ല. പിന്നെ ഇതേപോലെ നമ്മൾ കറക്കി അങ്ങ് എടുത്താൽ മതി. നല്ല എളുപ്പമാണ് ഇത്. എൻ്റെ ഉമ്മയാണ് ഇത് എനിക്ക് പഠിപ്പിച്ച് തന്നത്. ഇതേ കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഇനി നോക്കി കാണിച്ചു തരാം. ഇത് കംപ്ലീറ്റ് ഞാൻ അരിഞ്ഞെടുത്തു. ഇനി അതിൻ്റെ നാര് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതേപോലെ നമുക്കെടുത്ത് കളയാൻ പറ്റും. എന്നിട്ട് ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് കുഞ്ഞായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് വേണമെങ്കിൽ ചോപ്പറിൽ നമുക്കൊന്നുകൂടി ചെറുതാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഈ വാഴപ്പിണ്ടി അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തൈരും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളവും ചേർത്ത് നന്നായി കഴുകിയെടുക്കുക. പ്രഷർ കുക്കർ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഈ കഴുകിയ വാഴപ്പിണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുഞ്ഞായിട്ട് അരിഞ്ഞതാണേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 കപ്പ് വെള്ളവും ചേർത്ത് ഈ വാഴപ്പിണ്ടി ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ കേൾപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 5 വിസിലും കേൾപ്പിക്കുക. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് എയർ പോയി കഴിഞ്ഞ് മാത്രമേ ഈ പ്രഷർ കുക്കർ തുറക്കാവൂ. അപ്പോഴത്തേക്ക് കണ്ടോ, റെഡിയായി കഴിഞ്ഞു, വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു മൺചട്ടിയോ നോൺ സ്റ്റിക്ക് ഏതെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായിട്ട് അതിലേക്ക് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളക് ഇനിയും ചേർക്കാം. ഞാൻ ഒന്നേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് വേവിച്ച് സൂപ്പുണ്ടല്ലോ, ആ വാഴപ്പിണ്ടിയുടെ ആ സൂപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ഇനി ഒരു സാധനമുണ്ട് നമുക്ക് ചേർക്കാത്ത, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടപ്പടച്ച് നന്നായി ഒന്ന് വേവിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ നന്നായി കലക്കിയിട്ട് കുറേശ്ശെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതൊന്ന് 5 മിനിറ്റ് തിളപ്പിക്കണം. സ്പ്രിംഗ് ഓണിയനൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ദേ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. കണ്ടോ, തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം പറയണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി പുതിയ ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.